നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 438 438. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 29-ാം അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 55. സത്വം വിദക്ഷ മൃഗചേഷ്ടിതം ആത്മനോ അന്തഃചിത്തം നിയശ്ച ഹൃദി കർണധ്വനിം ച ചിത്തേ ജഹ്യാംഗനാശമം അസത്തമയൂധഗാധം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. പറയണു വാക്കാർത്ഥം. ആ നീ മൃഗവ്യാപാരത്തെ കണ്ടിട്ട് ആത്മാവിൻ്റെ അന്തർഭാഗമായ ഹൃദയത്തിൽ മനസ്സിനെ അടക്കിയാലും, മനസ്സിനെ അടക്കണം, മനസ്സിനെ തുറന്നു വിട്ടത്, കർണങ്ങളുടെ പ്രവൃത്തിയെ ചിത്തത്തിലും അത്യന്തം അസത്തുക്കളുടെ സമൂഹത്തിൽ നിന്ന് വരുന്ന സംഭാഷണത്തോടുകൂടിയ ഗൃഹാശ്രമത്തെ വെടിയുക. ഹംസന്മാരുടെ ആശ്രയമായ ഭഗവാനെ പ്രസാദിപ്പിച്ചാലും ക്രമത്തിൽ വിരമിക്കുക. പെട്ടെന്ന് പാടില്ല. ആൾ ഓഫ് എ സഡൻ യു ടേൺ എടുക്കരുത്. സിഗ്നലൊക്കെ നോക്കി വണ്ടി നിർത്തിയിട്ട് വേണം സ്റ്റിയറിങ് തിരിക്കാൻ. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഹേ രാജൻ, മുകളിൽ പറഞ്ഞ മൃഗം എന്ന പോലെ അങ്ങ് പ്രാചീന ബർഹിസ് ഭൂമി മുഴുവൻ ദർഭ വിരിച്ച് യജ്ഞയാഗം ചെയ്ത ആളേനെ പറഞ്ഞത് മൃഗമെന്ന പോലെ. ഇത്ര ഓപ്പണായിട്ട് പറയാൻ വ്യാസർക്കേ സാധിക്കൂ, അത് ഭാഗവതത്തിനെ സാധിക്കൂ. ആ ഭാഗവതത്തിനെ തിരസ്കരിച്ചാലത്തെ ഫലം എന്താവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങ് ഇപ്പോൾ മൃതപ്രായനായിരിക്കുന്നതിനെ നന്നായി ധരിക്കണം. നിസ്സാര സുഖങ്ങളെ അന്വേഷിക്കുന്ന ചിത്തവൃത്തിയെ ആത്മഹൃദയാന്തർഭാഗത്തിൽ അടക്കുക. കുഴിച്ചിടാനാണ് പറഞ്ഞത്. മനസ്സിനെ ബാഹ്യസുഖങ്ങളിലേക്ക് ആകർഷിക്കുന്ന ശ്രോത്രാദിവൃത്തികളെ വിചാരശക്തി കൊണ്ട് വിരോധിച്ച് ചിത്തത്തിൽ തന്നെ ലയിപ്പിക്കുക. ഭഗവത് വിമുഖന്മാരായ ജനങ്ങളുടെ സംസർഗത്തിനും അവരുടെ സംഭാഷണം കേൾക്കുന്നതിനും കാരണമായിരിക്കുന്ന ഗൃഹാശ്രമത്തെ ദൂരെ വിട്ടുകളയുക. പരിശുദ്ധന്മാരായ പരമഹംസന്മാർ ആശ്രയിച്ചിരിക്കുന്ന ഭഗവാനെ പ്രസാദിപ്പിക്കുക. ക്രമത്തിൽ സംസാര സങ്കടങ്ങളിൽ നിന്ന് ആത്യന്തിക നിവൃത്തിയെ പ്രാപിക്കുക. രാജോവാച. അപ്പോൾ രാജാവ് മറുപടി പറയാണ്. 56-ാമത്തെ ശ്ലോകം. ശ്രുതം അന്വേഷിതിം ബ്രഹ്മൻ ഭഗവാൻ അന്യത ഭാഷത നൈതജ്ജാനന്ധ്യുപാധ്യായ കിം ന ബ്രൂയിർവിദുര്യതി. ഹേ ബ്രഹ്മമായുള്ളവനെ, ആരെ? നാരദരേനെ പറഞ്ഞത്. ഹേ ബ്രഹ്മമായുള്ളവനെ, ജ്ഞാനസ്വരൂപൻ യാതൊന്നിനെ പറഞ്ഞുവോ അത് കേൾക്കപ്പെടുകയും വിചാരിക്കപ്പെടുകയും ചെയ്തു. ആചാര്യന്മാർ ഇതിനെ അറിയുന്നില്ല. എന്താ വേണ്ടത്? ഐ ആം സേഫ്. ആചാര്യന്മാർ ഇതറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഭാഗവതം പറയണു. ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. വൈ? എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ എന്ന് പറഞ്ഞപ്പോൾ
ഞാനത് മനസ്സിലാക്കി. എനിക്ക് പഥ്യമായിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പറയാൻ കാരണം, അറിയുന്നുവെങ്കിൽ പറയുന്നില്ല. അതെ, ആചാര്യന്മാരെ അറിയുന്നുവെങ്കിൽ പറയുന്നില്ല. അപ്പോൾ ഈ കലികാലത്ത് ആചാര്യന്മാരെ എങ്ങനെയുള്ളവരായിരിക്കുന്ന ദ്വാപരയുഗത്തിലെ വ്യാസൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പളിച്ചൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. രാജാവ് പറഞ്ഞു. ഇനി അതിൻ്റെ പരിഭാഷ ഭാവാർത്ഥ പറഞ്ഞത്. എനിക്ക് ഹരിദാസനോടും എൻ്റെ ചേച്ചിയോടൊക്കെ ഇത്രേ പറയുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രിട്ടിക്കായത്? ഇതിന് ബേസ് ഉണ്ട്, വെറുതെ അല്ല. എൻ്റെ സ്വന്തം അല്ല അത്. ഞാനിത് വായിച്ചു പഠിച്ചു. അത് എൻ്റെ നല്ല കാലം എന്ന് ഞാൻ പറയുള്ളൂ. അത് ചിലവർ എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒന്നും പറയില്ല. മനസ്സിലായില്ലേ? അപ്പം ഹേ ബ്രഹ്മൻ, ജ്ഞാനസ്വരൂപനായ അങ്ങ് ഉപദേശിച്ചതിനെ മനസ്സിരുത്തി കേൾക്കുകയും അർത്ഥം ചിന്തിക്കുകയും ചെയ്തു. എനിക്ക് കർമ്മമാർഗങ്ങളെ ഉപദേശിച്ച ആചാര്യന്മാർ ഈ തത്വം അറിയുന്നില്ല, അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നില്ല. ഇനി 57-ാമത്തെ ശ്ലോകം. സംശയോ അത്ര തുമേ വിപ്രാസംഛിന്നസ്തൽകൃതോ മഹാൻ ഋഷയോ അഭിഹി മുഹ്യന്തി യത്ര ന ഇന്ദ്രിയവൃത്തയാ. ഹേ ബ്രാഹ്മണ, എനിക്ക് ഇതിൽ അതുനിമിത്തമുണ്ടായിരുന്ന ബലമായ സംശയം നിശേഷം നശിച്ചു. ഇതുവരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തന്നെയാണ് പ്രാചീന ബർഹിസ് പറഞ്ഞത്, പ്രചേതാക്കൾ അല്ലേ? അപ്പോൾ നിശേഷം നശിച്ചു. ഏതിൽ ഇന്ദ്രിയങ്ങൾ പ്രവേശിക്കയില്ലയോ, ആത്മാവിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവേശനമില്ല, അതിൽ ഋഷികളും മോഹിക്കുന്നുവല്ലോ. അതിൻ്റെ ഭാവാർത്ഥം, ഉപാധ്യായന്മാർ ഉപദേശിക്കാതിരുന്നത് കൊണ്ട് ആത്മതത്വത്തിൽ എനിക്കുണ്ടായിരുന്ന ബലമായ സംശയം അങ്ങയുടെ ഉപദേശം നിമിത്തം മൂലത്തോടുകൂടെ നശിച്ചു. എൻ്റെ ആചാര്യന്മാർ ഈ തത്വത്തെ എന്നോട് ഉപദേശിക്കാത്തതിൽ ആശ്ചര്യം തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയവൃത്തികൾക്ക് എത്തുവാൻ കഴിയാത്തതായ ആത്മതത്വം നിർണയിക്കുവാൻ ഋഷികൾ കൂടെ മോഹിക്കാറുണ്ടല്ലോ. അപ്പോൾ സംഗതികൾ പറഞ്ഞത്, ഇത് പറയുന്നവൻ ഋഷികളെക്കാൾ മീതേന്നാണ്. അതാണ് ഈശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഈശ്വരൻ്റെ വിഭൂതികളെ അറിയിക്കൂ എന്ന് ഞാൻ എപ്പോഴെപ്പോഴും പറയും. മനസ്സിലായില്ലേ? 58-ാമത്തെ ശ്ലോകം. കർമാണ്യാരഭതേയേന പുമാനിഹ വിഹായതം അമുത്രാണ്യേന ദേഹേനാജുഷ്ടാനി സ യദശ്നുതേ. പുരുഷൻ ഈ ലോകത്തിൽ യാതൊന്നിനെ കൊണ്ട് കർമ്മങ്ങളെ നടത്തുന്നു, അതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പരലോകത്തിൽ മറ്റൊരു ശരീരത്താൽ പ്രാപ്തങ്ങളായ ഫലങ്ങളെ അവൻ അനുഭവിക്കുന്നുവെന്നത് യാതൊന്നോ. അതിനെ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ആത്മതത്വം ഉപദേശിച്ചതിനെ അനുവദിച്ചു പറഞ്ഞ പ്രാചീന ബർഹിസ് കർമ്മമാർഗത്തെക്കുറിച്ച് തനിക്കുള്ള 2 സംശയം നാരദരോട് ചോദിക്കുന്നു. ഹേ ഭഗവൻ, പുരുഷൻ ഏതൊരു സ്ഥൂലദേഹം കൊണ്ട് ഈ ലോകത്തിൽ കർമ്മങ്ങളെ നടത്തുന്നുവോ, ആ കർമ്മഫലങ്ങളായിട്ട് സ്വർഗത്തിലോ നരകത്തിലോ ലഭിക്കുന്ന ഭോഗങ്ങളെ അനുഭവിക്കുന്നത് അന്യമായ ദേഹം കൊണ്ടാകുന്നു. കർമ്മം ചെയ്യുന്നതിനുപയോഗിച്ച സ്ഥൂല ശരീരത്തെ ദേഹി ഈ ലോകത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നെ കാരണശരീരമാണ് എന്നാണല്ലോ ശാസ്ത്രം അറിഞ്ഞവർ പറയുന്നത്. ഇത് യുക്തമോ? കർമ്മം ചെയ്യാൻ മുഖ്യ ഉപാധിയായ സ്ഥൂലദേഹത്തിൻ്റെ സംബന്ധം കൂടാതെ അതിസൂക്ഷ്മമായ ലിംഗദേഹമാകുന്ന ഉപാധി കൊണ്ട് ജീവൻ എങ്ങനെയാണ് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നത് എന്നൊരു സംശയം. അപ്പോഴാണ് പറയാ, അതിന് ഉചിതമായിട്ടുള്ളൊരു ജന്മം വേറെ എടുക്കും. ഇവിടെയാണ് റീബർത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരേണ്ടത്. 59. ഇതിൽ 80 ശ്ലോകങ്ങളുണ്ട് ഈ ഒരു അധ്യായത്തിൽ.
ഇപ്പം 59 ആയിട്ടുള്ളൂ, 21 ബാക്കിയാണ്. ഇതി വേദവിദാം വാദാ ശ്രൂയതേ തത്ര തത്ര കർമ്മയൽ ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. ഇപ്രകാരം വേദം അറിഞ്ഞവൻ പറയുന്നത് അവിടവിടെ കേൾക്കപ്പെടുന്ന വേദത്താൽ പറയപ്പെട്ട യാതൊരു കർമ്മം ചെയ്യപ്പെടുന്നുവോ അത് കാണുന്നില്ല, പ്രകാശിക്കുന്നില്ല. വേദത്തിൽ അതായത് ഇപ്പോൾ ഈ കാണുന്ന സോമരസം അല്ലെങ്കിൽ സോമയാഗമൊക്കെ ഉണ്ടല്ലോ, 501-നും 1001-നും ഈ സോമരസം പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ വെളിച്ചം കാണണില്ല എന്നാണ് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്, ഭാഗവതം പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം ഇപ്രകാരം ശാസ്ത്രങ്ങളിൽ അവിടവിടെ വേദം അറിഞ്ഞവർ പറഞ്ഞതായിട്ട് കേൾക്കുന്നു. വേദത്താൽ പറയപ്പെട്ടിരിക്കുന്ന യജ്ഞാദി കർമ്മങ്ങൾ യാതൊന്നോ അത് പരലോകത്തിലില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഭോഗകാരണമായ കർമ്മം കാണപ്പെടാതിരിക്കെ ഫലം എങ്ങനെ കർമ്മസംബന്ധമില്ലാതെ പരലോകത്തിൽ അനുഭവപ്പെടും? ഇത് രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞു. നാരദാവാച, നാരദർ അതിന് രണ്ടിനും ഉത്തരം പറയുന്നുണ്ട്. 60-ാമത്തെ ശ്ലോകം. ഏനൈവാരഭതേ കർമ്മേ തേനൈവാമുത്രതൽ പുമാൻ ഭുക്തേ ഹവ്യവധാനേന ലിംഗേന മനസാ സ്വയം. പുരുഷൻ യാതൊന്നിനാൽ തന്നെ കർമ്മം നടത്തുന്നുവോ പരലോകത്തിൽ ആ മനസ്സാകുന്ന ലിംഗദേഹത്താൽ തന്നെ മറവ് കൂടാതെ അതിനെ താൻ തന്നെ ഭുജിക്കുന്നു നിശ്ചയം. കർമ്മഫലങ്ങൾ നാരദർ പറഞ്ഞു, ജീവാത്മാവ് മനോരൂപമായിരിക്കുന്ന യാതൊരു ലിംഗദേഹത്തോട് യോജിച്ചിട്ട് ഈ ലോകത്തിൽ കർമ്മങ്ങളെ ചെയ്തുവോ ആ ലിംഗദേഹമാകുന്ന ജീവോപാധി നശിക്കുന്നില്ല. അതോടുകൂടെ തന്നെ പരലോകത്തിൽ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. അടുത്ത ജന്മത്തെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതിനാൽ ആദ്യത്തെ സംശയത്തിന് കാരണമില്ല. ലിംഗദേഹം ഉപകരണം, ജീവൻ കർത്താവ്. ആ ഉപകരണവും കർത്താവും പരലോകത്തിലുമുണ്ട്. ഇതിനെ അല്പം സ്പഷ്ടമാക്കാം. രാജാവിനുണ്ടായ സംശയം, കർമ്മം ചെയ്തത് സ്ഥൂലദേഹമല്ലേ, അതിനെ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. പരലോകത്തിൽ സുഖദുഃഖാനുഭവത്തിന് ഉപകരണം ഏത് എന്നായിരുന്നു. ജഡമായ സ്ഥൂലദേഹത്താൽ കർമ്മം ചെയ്യപ്പെടുന്നുവെങ്കിലും സൂക്ഷ്മദേഹമായ മനസ്സിനാണ് കർമ്മത്തിൻ്റെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മനസ്സുകൊണ്ടുള്ള വിചാരമാണ് ആദ്യം, രണ്ടാമതാണ് കർമ്മം. ആ മനസ്സാകുന്ന സൂക്ഷ്മദേഹം മരണത്തിൽ നശിക്കുന്നില്ല, മനസ്സ് നശിക്കണില്ല. ജ്ഞാനം കൊണ്ട് മാത്രമേ അത് നശിക്കുന്നുള്ളൂ. ജ്ഞാനം വന്നാൽ അതുവരെയുള്ള മനസ്സിലുള്ള കാപട്യങ്ങൾ നശിച്ചു. അതുകൊണ്ട് പരലോകത്തിൽ ജീവന് സുഖദുഃഖങ്ങളെ അനുഭവിപ്പാൻ അതേ ശരീരം, അതേ ലിംഗശരീരം ഉണ്ടെന്ന് സാരം. ഇനി എന്താണ്? ഇനി 61-ഉം 62-ഉം ഒപ്പം പോവും അർത്ഥം പറയേണ്ട ആവശ്യത്തിന്. ശയാനം ഇമം ഉത്സൃജ്യ സ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുക്തേ താദൃശേനേതരേണ വാ മമൈതേ മനസാ യദ്യതസാവാഹം ഇതി ബ്രുവൻ ഗൃഹ്ണീയാത്തൽപുമാൻ രാദ്ധം കർമ്മയേന പുനർഭവാം. പുരുഷൻ ശ്വസിക്കുന്നതും ശയിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇതിനെ ഉപേക്ഷിച്ചിട്ട് അപ്രകാരമുള്ള മറ്റൊന്നിനാൽ മനസ്സിൽ സ്മരിക്കപ്പെടുന്ന കർമ്മത്തെ ഏതുവിധം ഭുജിക്കുന്നു. ഇവർ എൻ്റെ, ഇത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുന്നിനെ മനസ്സുകൊണ്ട് പുരുഷൻ ഗ്രഹിക്കുന്നുവോ, സിദ്ധമായ ആ കർമ്മത്തെയും ഗ്രഹിക്കുന്നുവോ,
യാതൊന്നിനാൽ പുനർജന്മം ഭവിക്കുന്നു. പുനർജന്മം ഉണ്ട് എന്ന് 100% ഭാഗവതം പറയണം. അതാണ് തൃണജളൂകം പുല്ലട്ട പോലെ എന്ന് ആദ്യം പറയേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സ്ഥൂലദേഹം കൊണ്ട് കർമ്മം ചെയ്യുന്നു, സ്ഥൂലദേഹമില്ലെങ്കിൽ കർമ്മമില്ല, അതിനെ ഇവിടെ ഉപേക്ഷിക്കുന്നു, അതുകൊണ്ട് കർമ്മഫലാനുഭവം പരലോകത്തിലുണ്ടാവാൻ അവകാശമില്ല എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. സ്ഥൂലദേഹം ജീവാത്മാവിന് ആധാരം മാത്രമല്ലാതെ കർമാനുഷ്ഠാനത്തിൽ പ്രാധാന്യം അതിനില്ല. ലിംഗദേഹത്തിനാണ് പ്രാധാന്യം. ഒരു പുരുഷൻ ഒരു ഗൃഹത്തിലിരുന്ന കർമ്മം ചെയ്യുമ്പോൾ ആ ഗൃഹം എങ്ങനെ അവൻ്റെ കർമ്മത്തിന് പ്രധാന കാരണമാകുന്നില്ലയോ? ആ ഗൃഹം ആണ് ഇവിടെ ശരീരം. ആ ഗൃഹം ആണ് ശരീരം. അപ്പോൾ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി കളവ് ചെയ്തു. ആ വീട് അവൻ്റെ അല്ലല്ലോ, നന്മ ചെയ്തതും അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ എങ്ങനെ അവൻ്റെ കർമ്മത്തിന് പ്രധാന കാരണമാകുന്നില്ലയോ, അതുപോലെ സ്ഥൂലദേഹം പ്രധാന കാരണമല്ല എന്ന സംഗതിയെ സ്വപ്ന ദൃഷ്ടാന്തത്തിൽ ഉപദേശിക്കുന്നു. സ്വപ്നം കണ്ടത് ശരിയാവണില്ലല്ലോ, കണ്ടു എന്നുള്ളത് സത്യമല്ലേ? അതന്നെ. ഉറങ്ങുന്ന പുരുഷൻ ജീവസാന്നിധ്യമുള്ളതും ജാഗ്രത അവസ്ഥയിൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നതുമായ സ്ഥൂലദേഹത്തോട് സംബന്ധിക്കാതെ സ്ഥൂല ശരീരത്തിൽ ഓർമ്മയില്ലായ്മ തന്നെ സംബന്ധ അഭാവം. സൂക്ഷ്മോപാധിയായ മനസ്സിൽ സ്ഫുരിക്കുന്ന കർമ്മഫലത്തെ, സുഖദുഃഖങ്ങളെ സ്വപ്നത്തിൽ ഏതുവിധം അനുഭവിക്കുന്നുവോ അതുപോലെ മരണാനന്തരവും ലിംഗശരീരത്തിനായിട്ട് പുണ്യപാപഫലങ്ങളെ അനുഭവിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. പുരുഷൻ മനസ്സുകൊണ്ട് പുത്ര ഭാര്യ ധനാദികളെ എൻ്റേതെന്ന് അഭിമാനിക്കുന്നു. ശരീരത്തെക്കുറിച്ച് ഞാൻ എന്നും ഈ നാമധേയമുള്ളവൻ, ഈ ജാതിയിൽ ജനിച്ചവനെന്നും ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്തവൻ ഞാൻ എന്നും ബലമായി അഭിമാനിക്കുന്നു. അതുനിമിത്തം ഇഹലോകത്തിൽ അവരോടെല്ലാം ബന്ധപ്പെട്ടവനായിട്ട് കർമ്മം ചെയ്യുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ഇങ്ങനെ അഭിമാനിക്കുന്ന ലിംഗശരീര സംബന്ധം നിമിത്തം പുനർജന്മവും ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഐ ആം സോ ഹാപ്പി. എങ്ങനെയാണ് ഈ മൂലഗ്രന്ഥം കയ്യിലെടുത്തത് ഞാൻ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഗുരുനാഥ്. അതായത് എൻ്റെ ജാതകം എഴുതിയ ആളുടെ മരുമകൾക്ക് പോവും. കാരണം ആ കുട്ടി ശാഠ്യം പിടിച്ചു, പറ്റില്ല, രാജേട്ടൻ പറയണം. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയേണ്ടി വരും ഞാൻ വിചാരിച്ചില്ല. ഞാനിങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ എന്താണെന്ന് പറയുക, നാരായണ, പക്ഷെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇത് എന്താണെന്നാ പറയുക, ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റിയിലുള്ള വാചകങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ട്സ് ഓഫ് ടു വേദവ്യാസരെ നമസ്കരിക്കുന്ന വേണം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇനി 63-ാമത്തെ ശ്ലോകം നോക്കാം. യഥാനുമീയതേ ചിത്തം ഉഭയൈരിന്ദ്രിയേഹിതേ ഏവം പ്രാഗ്ദേഹജം കർമ്മലക്ഷ്യതേ ചിത്തവൃത്തിഭി. അതായത് 2 വിധങ്ങളായ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടകളാൽ ചിത്തം എങ്ങനെ അനുമാനിക്കപ്പെടുന്നുവോ, ഏവം അല്ലെങ്കിൽ അപ്രകാരം ചിത്തവൃത്തികളാൽ പൂർവദേഹത്താൽ ചെയ്യപ്പെട്ട കർമ്മം ലക്ഷിക്കപ്പെടുന്നു. ഈ ജന്മം പൂർവജന്മത്തെ പാപപുണ്യങ്ങൾ അനുഭവിക്കണോ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേറൊരു ജന്മത്തെ എടുക്കാതെയിട്ടിരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആഗ്രഹാഭിലാഷങ്ങൾ 0യിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കടമകളും കടപ്പാടുകളും ചെയ്തതായിട്ട് ഈശ്വരനെ സ്തുതിക്കുക.
നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഭാവാർത്ഥത്തിലേക്ക് പോവാം. രണ്ടാമത്തെ സംശയത്തിന് 7 ശ്ലോകം കൊണ്ട് ഉത്തരം പറയുന്നു. വേദോക്ത കർമ്മങ്ങൾ ഉത്തരക്ഷണത്തിൽ നശിക്കുന്നു. വേദോക്ത കർമ്മങ്ങൾ നശിക്കും, പിന്നെ കാണപ്പെടുന്നില്ല. പ്രത്യക്ഷമല്ലാതിരിക്കുന്ന ആ കർമ്മങ്ങളിൽ നിന്ന് പരലോകത്തിൽ അനുഭവയോഗ്യങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുവാൻ അവകാശമില്ലല്ലോ എന്നാണ് രണ്ടാമത്തെ സംശയം. പ്രത്യക്ഷമല്ലാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയാൻ പാടില്ല. അനുമാന പ്രമാണത്താൽ ഉണ്ടെന്നറിയുവാൻ സാധിക്കും. ഏതൊന്ന് ഇന്ദ്രിയഗോചരമല്ലയോ ആ വസ്തുവില്ലെന്ന് നിയമം കൽപ്പിക്കുന്നത് അനുഭവത്തിന് വിരോധമാണ് എന്ന് കാണിക്കുന്നു. അനുഭവത്തിൽ ഉണ്ടല്ലോ, അനുഭവത്തിന് വിരോധാഭാസം വരുന്നില്ല. ചിത്തം, അതായത് ചിത്തം എന്ന് പറഞ്ഞാൽ ചൈതന്യം തന്നെയാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ ചൈതന്യം, ചിത്തം ചൈതന്യം ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നു? കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അവയെ ആ പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നതായ ചിത്തം അന്തർഭാഗത്തിലുണ്ടെന്ന് അനുമാനിക്കുന്നു. കാലം, ദിക്ക്, ആകാശം, മനസ്സ്, ആത്മാവ് ഇവയൊന്നും ഇന്ദ്രിയഗോചരങ്ങളല്ല. കാലം, തെക്ക് വടക്ക് കിഴക്ക് ദിക്കുകൾ, ആകാശം അത് ടോട്ടൽ ശൂന്യമാണ്. മനസ്സ്, ആത്മാവ് ഇവയൊന്നും ഇന്ദ്രിയഗോചരങ്ങളല്ല. കാര്യം കണ്ടിട്ട് കാരണത്തെ അനുമാനിക്കണം. കാര്യം കണ്ടിട്ട് കാരണത്തെ അനുമാനിക്കണം. ഇതുപോലെ തന്നെ ഓരോരുത്തരുടെയും ചിത്തവൃത്തികൾ ഓരോ വിധത്തിലിരിക്കുന്നു. ഭിന്നവൃത്തികൾ എങ്ങനെ ഉണ്ടാകുന്നു? ഭിന്ന വാസനകളാണ് വൃത്തിഭേദങ്ങൾക്ക് കാരണം. കർമ്മങ്ങളുടെ ആവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസ്കാരമാണ് വാസന. ഈ ശരീരം കൊണ്ട് പ്രവൃത്തിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ചിത്തവൃത്തികളിൽ കൂടെ പ്രകാശിക്കുന്ന വാസനകൾ ഏതൊക്കെയോ പാപങ്ങളും പുണ്യങ്ങളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ തളിരിടും. അതിനെ ഉണക്കി കളയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാ പറഞ്ഞത്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ദേഹങ്ങളാൽ അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അനുമാനിക്കുന്നതാകുന്നു. അതുകൊണ്ട് അപ്രത്യക്ഷത അഭാവത്തിന് കാരണമല്ലെന്ന് കാണണം എന്നായി. 64 ന അനുഭൂതം ക്വചാനേ ച അനേന ദേഹേനാദിഷ്ടമശ്രുതം കദാചിതുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി. ഈ ദേഹത്താൽ ഒരു കാലത്തും അനുഭവിക്കപ്പെടാത്തതും, അല്ലേ, ഒരു കാലത്തും അനുഭവിക്കപ്പെടാത്തതും കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായ ഏതോ രൂപവും ഏതോ രീതിയിലുള്ളതും ചിലപ്പോൾ ആത്മാവിൽ പ്രാപിക്കപ്പെടുന്നു. ശരിയല്ലേ? ഈ ജന്മത്ത് കാണാത്തതും അനുഭവിക്കാത്തതുമായ ആൾക്കാരും സ്ഥലങ്ങളെയും നമ്മൾ സ്വപ്നം കാണും. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ജന്മാന്തര കർമ്മങ്ങളുടെ വാസനാരൂപത്തിലുള്ള സ്ഥിതി ഈ ശരീരത്തിലുണ്ടെങ്കിൽ അന്നത്തെ ലിംഗദേഹവും ഈ സ്ഥൂലദേഹമാകുന്ന വീട്ടിലിരിക്കുന്നുണ്ടെന്ന് സമ്മതിക്കാതെ കഴിയില്ലെന്ന് ഉറപ്പിക്കുവാൻ സർവാനുഭൂതമായ സ്വപ്ന മനോരഥാദിഭാവങ്ങളെ ഉദാഹരിക്കുന്നു. ശരിയല്ലേ? കുട്ടികൾ പാട്ട് പാടുന്നു, താളമിടണു, വൈദഗ്ധ്യം കാണിക്കണു ചില്ലറ വയസ്സിൽ. ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഈ ശരീരത്താൽ ഒരു കാലത്തും ഒരിക്കലും വെച്ച് അനുഭവിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഓരോ രൂപങ്ങളും സുഖദുഃഖാദി ഭാവങ്ങളും ചിലപ്പോൾ സ്വപ്നത്തിലോ മനോരഥാവസ്ഥയിലോ സ്ഫുരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അതല്ലേ സത്യം? അതിനാൽ
ഈ അനുഭവത്തിന് കാരണമായ കർമ്മഫലം ലയിച്ചിരിക്കുന്നതും ആ കർമ്മത്തെ മുൻജന്മം നടത്തിയിരിക്കുന്നതുമായ സൂക്ഷ്മമായ ലിംഗദേഹം ഇന്നത്തെ സ്ഥൂലദേഹമായ ഭവനത്തിൽ വസിക്കുന്നുണ്ടെന്ന് സ്പഷ്ടമായി. വാലും പൊക്കി ഓടാൻ തോന്നും. ഇത് വായിച്ചിട്ടില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? ഇത് അറിയാണ്ട് പോയാലത്തെ സ്ഥിതി എന്താ? ഇത് അടിച്ചു പൊളിക്കേണ്ട ജീവിതമാണെന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. കഴിഞ്ഞതിനെ പറ്റി ഓർക്കണ്ട, വരണേനെ പറ്റി ഓർക്കണ്ട, അടിച്ചു പൊളിക്കട. എന്താണ്, എന്തിനെ അടിച്ചു പൊളിക്കണത്? ആലോചിച്ച് നോക്കൂ. കർമ്മവാസനകൾ തിങ്ങിയിരിക്കുമ്പോൾ 65-ാമത്തെ ശ്ലോകം, തേന അസ്യ താദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധൽ സ്വാനുഭൂതോ അർത്ഥോ ന മനഃസൃഷ്ടുമർഹതി. ഹേ രാജാവേ, അതുകൊണ്ട് ലിംഗദേഹത്തോടു കൂടിയ ഇവന് അപ്രകാരമുള്ള ദേഹസംഭവത്തെ വിശ്വസിച്ചാലും അനുഭവിക്കപ്പെട്ടതല്ലാത്ത കാര്യം സൃഷ്ടിപ്പാനായിക്കൊണ്ട് മനസ്സ് യോഗ്യമല്ല. അതാണ് പറഞ്ഞതിന് താല്പര്യം. ഇപ്രകാരമുള്ള അനുഭവമുള്ളത് കൊണ്ട് ഹേ രാജൻ, ലിംഗശരീരത്തിൽ ലയിച്ചിരിക്കുന്ന പൂർവ്വ സംസ്കാരങ്ങളോടുകൂടിയിരിക്കുന്ന ജീവാത്മാവിന് ഈ ശരീരത്തിൽ ആ സംസ്കാരങ്ങളെ അനുസരിച്ച ഭാവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അങ്ങ് വിശ്വസിക്കുക. വിശ്വസിക്കാണ്ടിരിക്കാൻ നിവൃത്തില്ല. അനുഭവിച്ചിട്ടില്ലാത്തതിനെ സ്ഫുരിക്കുവാനുള്ള ശക്തി മനസ്സിനില്ല. മനസ്സിന് അനുഭവിക്കാത്ത ഒന്ന് ശക്തി മനസ്സിനില്ല. സോ ക്രിസ്റ്റൽ ക്ലിയർ. 66. മനയേവ മനുഷ്യസ്യ പൂർവരൂപാണി സംശതി ഭവിഷ്യതശ്ച ഭദ്രം തേ തദൈവ ന ഭവിഷ്യതേ. അങ്ങനെ വേറെ സംഭവിക്കില്ല. മനുഷ്യൻ്റെ കഴിഞ്ഞ രൂപങ്ങളെയും വരുവാൻ പോകുന്നവയെയും വരുവാൻ അവകാശമില്ലാത്തവയെയും മനസ്സു തന്നെ പറയുന്നു അങ്ങയ്ക്ക് മംഗളം. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. എന്ന് തന്നെയല്ല, മനസ്സിൻ്റെ വൃത്തിഭേദങ്ങളെ കൊണ്ട് മനുഷ്യൻ്റെ കഴിഞ്ഞ ജന്മങ്ങളെയും ശുഭാശുഭങ്ങളെയും ഇനിമേൽ ജന്മമുണ്ടാകുമോ ഇല്ലാതാകുമോ എന്നതിനെയും മനസ്സ് തന്നെ പറയുന്നു. എങ്ങനെയെന്നാൽ ഈ ജന്മത്തിൽ ഒരുവൻ്റെ മനസ്സിൽ അധികം പ്രകാശിക്കുന്നത് വിഷയാവേശമോ ധർമാവേശമോ ഭാഗവതാവേശമോ. ഒന്ന് വിഷയാവേശം, ഒന്ന് ധർമ്മ ആവേശം, ഒന്ന് ഭഗവത് ആവേശം. എന്നറിഞ്ഞാൽ ഇതിന് കാരണമായ അഭ്യാസം പൂർവജന്മങ്ങളിലുണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ അഭ്യാസം അനുസരിച്ചുള്ള ജന്മം ഇനി മേലിലുണ്ടാകുമെന്നും മോക്ഷാധികാരിയായ അല്ലയോ എന്നും മോക്ഷാധികാരിയോ അല്ലയോ, മോക്ഷത്തിന് അധികാരമുണ്ടോ ഇല്ലയോ എന്നും മനോവൃത്തികളിൽ നിന്ന് ധരിക്കാം. ഈ വൃത്തികൾ പുറപ്പെടുന്നത് കൊണ്ട് പൂർവലിംഗദേഹം നശിച്ചിട്ടില്ലെന്ന് നിശ്ചയം. അവരവരെന്നെയാണ് അവരവരുടെ വിധി എഴുതുന്നത്. അവരവരെന്നെയാണ് അവരവരുടെ വിധി എഴുതുന്നത്. അവരവർ തന്നെയാണ് അവരവരുടെ വിധി എഴുതുന്നത്. മനസ്സിലായോ? 67 അദൃഷ്ടം അശ്രുതം ച അത്ര. കാണാത്തതും കേൾക്കാത്തതും. ച അത്ര ക്വചിൻ മനസ്സി ദൃശ്യതേ. കേൾക്കാത്തതും കാണാത്തതും മനസ്സിൽ കാണുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷെ സംസ്കൃതം തന്നെ വരും. അതാണ് യഥാ തദാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. ദേശം കാലം ക്രിയ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതും ഇവിടെ കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതും എപ്രകാരം മനസ്സിൽ കാണപ്പെടുന്നുവോ അപ്രകാരം അനുമാനിപ്പാൻ യോഗ്യമാകുന്നു എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ ഭാവാർത്ഥം?
ഈ ജന്മത്തിൽ കാണാത്തതും കേൾക്കാത്തതുമായ ദേശങ്ങളെയും കാലങ്ങളെയും ക്രിയകളെയും ആശ്രയിച്ചിരിക്കുന്ന ഓരോ സുഖദുഃഖങ്ങൾ സ്വപ്നാദ്യാവസ്ഥകളിൽ ഒരുവന് അനുഭവപ്പെടുന്നത് പോലെ മറ്റുള്ളവർക്കും അനുഭവപ്പെടാറുണ്ടെന്ന് അനുമാനിച്ചു കൊള്ളണം. നിദ്രാദോഷമാണ് സ്വപ്നാദി കാരണമെങ്കിൽ ആ ദോഷം എല്ലാവർക്കും സമാനമായിരിക്കെ ഫലത്തിൽ ഭേദം കാണാനുള്ള അവകാശം കർമ്മങ്ങളുടെ വിചിത്രതയാണെന്ന് അനുമാനിക്കുവാൻ അവകാശമുണ്ട് എന്നാണ് പറയാം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.